ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തീർച്ചയായും സുഹൃത്തുക്കളെ, നിങ്ങളെ ആകർഷിക്കുന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു സബ്ജക്റ്റിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഇന്ന് നമ്മുടെ കൺമുന്നിലുള്ള നമ്മുടെ ഇന്ത്യ ഒരു ദ്വീപായിരുന്നു. അതെ, ഒരു ദ്വീപായിരുന്നു ഇന്ത്യ എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിശദീകരണം ഇതാ. ഇന്ത്യ ഒരു ദ്വീപായിരുന്നപ്പോൾ നമ്മുടെ ഭൂഖണ്ഡത്തിന്റെ യാത്രയുടെ അവിശ്വസനീയമായ കഥയാണ് ഇന്ന് നമ്മുടെ വിഷയം. സുന്ദരമായ കായലുകളും ഇടതൂർന്ന വനങ്ങളും സമ്പന്നമായ ചരിത്രവുമുള്ള നമ്മുടെ കേരളത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടല്ല, മറിച്ച് വിശാലമായ സമുദ്രത്തിന് കുറുകെ ഒഴുകുന്ന ഒരു ഏകാന്ത ദ്വീപിന്റെ ഒരു കഷണമായി സങ്കല്പിച്ചു നോക്കൂ. അവിശ്വസനീയമായി തോന്നുന്നുണ്ടോ? ഇത് സയൻസ് ഫിക്ഷൻ അല്ല, മറിച്ച് നമ്മുടെ ഗ്രഹത്തിന്റെ ഭൂതകാലത്തിന്റെ ആകർഷകമായ യാഥാർത്ഥ്യമാണ്. കാലക്രമേണ ഉണ്ടാവുന്ന ലാൻഡ് ഡ്രിഫ്റ്റിംഗ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെ ഏഷ്യയുമായി ബന്ധപ്പെട്ടിരുന്നില്ല. വിശ്വസിക്കാൻ ആവുന്നില്ല അല്ലേ? എങ്കിൽ ഇത് സത്യമാണ്. ഇന്നത്തെ ആഫ്രിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടുന്ന ഗോണ്ട്വാന എന്ന സൂപ്പർ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു ഇന്ത്യ. ഏകദേശം 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്ക് താഴെയുള്ള ശക്തികൾ ഈ ഭീമാകരമായ ഭൂപ്രദേശത്തെ തകർക്കാൻ തുടങ്ങി. പ്രതിവർഷം 20 സെന്റിമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു പ്രത്യേക ദ്വീപ് എന്ന നിലയിൽ ഇന്ത്യ വടക്കോട്ട് ഏകാന്തമായ യാത്ര ആരംഭിച്ചു. ഭൂമിശാസ്ത്രപരമായി ഇത് അതിവേഗത്തിൽ സഞ്ചരിച്ചു എന്ന് വേണം പറയാൻ. ഈ വലിയ ഏകാന്തമായ സഞ്ചാരം വലിയ കൂട്ടിയിടിയിലേക്ക് നയിച്ചു. അതെ, ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് 5000 കിലോമീറ്ററിലധികം സഞ്ചരിച്ച ശേഷം ഇന്ത്യയുടെ ഭൂപ്രദേശം യുറേഷ്യൻ ഫലകവുമായി കൂട്ടിയിടിച്ചു. ഈ കൂട്ടിയിടി വളരെ ശക്തമായിരുന്നു. അത് ഭൂമിയെ മുകളിലേക്ക് തള്ളാൻ തുടങ്ങി. അത് ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിരയായ ശക്തമായ ഹിമാലയത്തിന് ജന്മം നൽകി. ഈ ഭൂമിശാസ്ത്രപരമായ സംഭവം ഇന്നും തുടരുന്നു. ഇത് ഹിമാലയം ഓരോ വർഷവും ഏതാനും മില്ലിമീറ്റർ ഉയരാൻ കാരണമാകുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഗംഗ പോലെയുള്ള കേരളത്തിലെ ചില പ്രധാന നദികളുടെ ഉറവിടമായ പർവ്വതങ്ങൾ ഈ നാടകീയമായ കൂട്ടിയിടിയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. എന്തെല്ലാം വിചിത്രമായ സംഭവങ്ങളാണ് ഭൂമിയിൽ നടക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത്, ഈ ഭൂമിയിൽ വന്ന മാറ്റങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത്. ഇന്ത്യ വടക്കോട്ട് നീങ്ങിയപ്പോൾ ഉഷ്ണമേഖലാ സസ്യജന്തുജാലങ്ങളുടെ സമ്പന്നമായ വൈവിധ്യത്തെ അത് കൊണ്ടുപോയി. കുരുമുളകും ഏലക്കയും പോലുള്ള കേരളം പ്രസിദ്ധമായ സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഈ സസ്യങ്ങളുടെ പൂർവികരിൽ ചിലർ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ ദ്വീപിൽ ഒരു സവാരി നടത്തിയിട്ടുണ്ടാകാം. കേരളത്തിന്റെ സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങൾ, അവയുടെ സവിശേഷമായ ആവാസ വ്യവസ്ഥകൾ ഈ അവിശ്വസനീയമായ യാത്രയോട് അവരുടെ നിലനിൽപ്പിന് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ പ്രാചീന വ്യതിയാനം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ തഴച്ചു വളരുന്ന ജൈവ വൈവിധ്യം തികച്ചും വ്യത്യസ്തമാകുമായിരുന്നു. ചിലപ്പോൾ ജീവിത രീതികൾ പോലും. ഇങ്ങനൊരു ഡ്രിഫ്റ്റിംഗ് നടന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുമായിരുന്നില്ല. അപ്പോൾ ഒന്ന് സങ്കല്പിക്കുക, നമ്മുടെ ജീവിത രീതികൾ എങ്ങനെ ആയിരുന്നിരിക്കാം. നിങ്ങളുടെ ചിന്താഗതികൾ തീർച്ചയായും പങ്കിടുക. എൻ്റെ അഭിപ്രായത്തിൽ ഈ ചരിത്രത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മുൻപ് ചെയ്ത ഒരു വീഡിയോ ഓർമ്മ വരുന്നു. ഉത്തരേന്ത്യക്കാരും ദക്ഷിണേന്ത്യക്കാരും ഒരേ കൂട്ടം ആളുകളിൽ നിന്നാണോ അതോ വ്യത്യസ്തരാണോ? പിന്നെ ആര്യൻ അധിനിവേശ സിദ്ധാന്തം ശരിയാണോ? ആരാണ് ആദ്യത്തെ ഇന്ത്യക്കാർ? ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്ന ഒരു വീഡിയോയാണ് അത്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായും അത് കണ്ട് മനസ്സിലാക്കാൻ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ലാൻഡ് ഡ്രിഫ്റ്റിംഗിലൂടെയാണ് ഇന്ത്യ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ എത്തിയതെന്ന് ചരിത്രം വ്യക്തമാക്കുമ്പോൾ ഈ വിഷയത്തിൽ കേരളത്തിന്റെ ജിയോളജിക്കൽ കണക്ഷൻ ചർച്ച ചെയ്യുന്നത് തീർച്ചയായും പ്രധാനമാണ്. കേരളത്തിന്റെ സ്വന്തം ഭൂമിശാസ്ത്രപരമായ ഘടന അതിന്റെ പുരാതന ഭൂതകാലത്തിന്റെ ഒരു കഥ പറയുന്നു. കേരളത്തിൽ കണ്ടെത്തിയ ചാർണോകൈറ്റ് പോലുള്ള ചില പാറകൾക്ക് 3 ബില്യൺ വർഷത്തിലധികം പഴക്കമുണ്ട്. അത് ഗോണ്ട്വാനയിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷം ഇന്ത്യൻ ഫലകത്തിന്റെ ഭാഗമാണ്. ഈ പുരാതന കല്ലുകൾ ഭൂമിയിലെ ജീവന്റെ പരിണാമത്തിനും ഭൂഖണ്ഡങ്ങളുടെ വ്യതിയാനത്തിനും കേരളത്തിന്റെ തീരപ്രദേശങ്ങളുടെ രൂപീകരണത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കൂടാതെ കേരളത്തിന്റെ തീരപ്രദേശത്തിന് സമാന്തരമായി ഒഴുകുന്ന പശ്ചിമഘട്ടവും ഈ ഇതിഹാസ യാത്രയിൽ രൂപപ്പെട്ടതാണ്. ഈ പർവ്വതങ്ങൾ ഒരു ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടാണ്. കൂടാതെ നിരവധി തദ്ദേശീയ ജീവികളുടെ ആവാസ കേന്ദ്രവുമാണ്. ഇന്ത്യ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും ടെക്ടോണിക് ചലനങ്ങളും കാരണം ഈ പർവ്വതങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. ഇന്ന് അവ കേരളത്തിന് തനതായ കാലാവസ്ഥ നൽകുന്ന പ്രകൃതിദത്ത തടസ്സങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര ചരിത്രത്തിന്റെ ജീവനുള്ള ഒരു മ്യൂസിയം കൂടിയാണ്. ഏഷ്യയുമായുള്ള ഇന്ത്യയുടെ കൂട്ടിയിടി പർവ്വതങ്ങളെ രൂപപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, അത് കാലാവസ്ഥയെ രൂപപ്പെടുത്തി.
കേരളത്തിൽ സമൃദ്ധമായി മഴ പെയ്യിക്കുന്ന മൺസൂൺ കാറ്റിനെ വഴിതിരിച്ചുവിടുന്ന ഹിമാലയം ഒരു തടസ്സമായി പ്രവർത്തിച്ചു. നൂറ്റാണ്ടുകളായി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും സാംസ്കാരിക വിനിമയത്തിന്റെയും കേന്ദ്രമായ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൃഷിയിൽ, അതെ, കേരളത്തിന്റെ കൃഷിയിൽ ഈ മൺസൂൺ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. സങ്കല്പിച്ചു നോക്കൂ, ഓണാഘോഷം, വിളവെടുപ്പ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഭൂമിശാസ്ത്രപരമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇന്ത്യ ഒരു ദ്വീപായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഗ്രഹത്തിന്റെ ചലനാത്മക സ്വഭാവത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. സമ്പന്നമായ ചരിത്രവും വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥയുമുള്ള കേരളം അതിനെ രൂപപ്പെടുത്തിയ പ്രകൃതിയുടെ അവിശ്വസനീയമായ ശക്തികളുടെ തെളിവായി നിലകൊള്ളുന്നു. അതിന്റെ പുരാതന പാറകൾ മുതൽ ജീവൻ നൽകുന്ന മൺസൂൺ മഴ വരെ കേരളത്തിന്റെ ചരിത്രവും ഇന്ത്യയുടെ ചരിത്രവും സമുദ്രത്തിലൂടെയുള്ള ദീർഘവും സാഹസികവുമായ യാത്രയുമായി ഇഴചേർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. സുഹൃത്തുക്കളെ, അടുത്ത തവണ നിങ്ങൾ കേരളത്തിലെ കടൽ തീരങ്ങളിലൂടെ നടക്കുമ്പോഴോ പശ്ചിമഘട്ടത്തിലൂടെ നടക്കുമ്പോഴോ ഓർക്കുക, ഈ ഭൂമി എല്ലായ്പ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല. ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും വിത്തുകളും കൊണ്ടു നടന്ന ഏകാന്ത സഞ്ചാരിയായിരുന്നു അത്. നമ്മുടെ കാലിന് താഴെയുള്ള പാറകളിലും നമ്മുടെ ചക്രവാളത്തിലെ പർവ്വതങ്ങളിലും എഴുതിയ ഒരു മഹത്തായ കഥയുടെ ഭാഗമാണ് കേരളത്തിന്റെ കഥ, അല്ലെങ്കിൽ ഇന്ത്യയുടെ കഥ. അതെ, ഇപ്പോഴും തുടരുന്ന ഒരു കഥ. ഇന്ത്യയുടെ കഥ ഭൂതകാലങ്ങളിൽ ഒതുങ്ങുന്നതല്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ടെക്ടോണിക് യാത്ര ഇന്നും തുടരുകയാണ്. ഹിമാലയം ഇപ്പോഴും ഉയരുകയാണ്. ഇന്ത്യൻ പ്ലേറ്റ് ഇപ്പോഴും നീങ്ങുന്നു. ഭൂമിയെയും കാലാവസ്ഥയെയും ജീവിതത്തെയും ആഴത്തിൽ അത് സ്വാധീനിക്കുന്നു. നാം ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായ പൈതൃകം മനസ്സിലാക്കുന്നത് നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തിയതും രൂപപ്പെടുത്തുന്നതും തുടരുന്ന പ്രകൃതി ശക്തികളെ വിലമതിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ത്യ ഒരു ഫ്ലോട്ടിംഗ് ദ്വീപായി തുടരുകയും യുറേഷ്യൻ ഫലകവുമായി കൂട്ടിയിടിക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ ചരിത്രവും ഭൂപ്രകൃതിയും തികച്ചും വ്യത്യസ്തമാകുമായിരുന്നു. ഏറ്റവും പ്രകടമായ മാറ്റങ്ങളിലൊന്ന് യുറേഷ്യൻ ഭൂപ്രദേശത്ത് ഇടിച്ചു കയറുന്ന ഇന്ത്യയുടെ അതിശക്തമായ ശക്തിയാൽ രൂപം കൊണ്ട ഹിമാലയത്തിന്റെ അഭാവമാണ്. ഈ സ്മാരക കൂട്ടിയിടി ഇല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഉണ്ടാകില്ലായിരുന്നു. ഇത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിലും കാലാവസ്ഥയിലും അഗാധമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇന്ത്യ ആശ്രയിക്കുന്ന മൺസൂൺ രൂപപ്പെടുത്തുന്നതിൽ ഹിമാലയം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഈ പർവ്വതങ്ങൾ മൺസൂൺ കാറ്റിനെ തടയുകയും വഴിതിരിച്ചു വിടുകയും ചെയ്യുന്നു. ഇത് ഇന്ത്യയെ അതിൻ്റെ വിളകളെ പോഷിപ്പിക്കുകയും കൃഷിയെ നിലനിർത്തുകയും ചെയ്യുന്ന കനത്ത മഴ സ്വീകരിക്കാൻ അനുവദിക്കുന്നു. ഹിമാലയം ഇല്ലായിരുന്നെങ്കിൽ മൺസൂൺ സമ്പ്രദായം തികച്ചും വ്യത്യസ്തമായിരിക്കും. ഉത്തരേന്ത്യ വളരെ വരണ്ടതും തണുപ്പുള്ളതും മനുഷ്യവാസത്തിനും കൃഷിക്കും ആതിഥ്യമരുളാത്തതുമായിരിക്കാം. ജൈവ വൈവിധ്യത്തിൽ സമ്പന്നമാക്കുന്ന മഴ കേരളവും ആസ്വദിക്കുമായിരുന്നില്ല. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ സമുദ്രത്തിലൂടെയുള്ള ഇന്ത്യയുടെ ഡ്രിഫ്റ്റിംഗ് യാത്ര സവിശേഷമായ സസ്യജന്തുജാലങ്ങളുടെ ഒരു സമ്പത്ത് കൊണ്ടുവന്നു. ഇന്ത്യ ഏഷ്യയുമായി കൂട്ടിയിടിച്ചപ്പോൾ ഈ ജീവിവർഗങ്ങൾ പ്രാദേശിക സസ്യജന്തുജാലങ്ങളുമായി ഇടകലർന്നു. ഇന്ന് നാം കാണുന്ന സമ്പന്നമായ ജൈവ വൈവിധ്യം സൃഷ്ടിച്ചു. കേരളത്തിൽ ലോകത്തിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായ പശ്ചിമഘട്ടവും ഈ ടെക്ടോണിക് പ്രസ്ഥാനത്താൽ രൂപപ്പെട്ടതാണ്. ഈ ഭൂമിശാസ്ത്രപരമായ യാത്ര ഇല്ലെങ്കിൽ ഇന്ന് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നിർവചിക്കുന്ന ആനകളോ കടുവകളോ അതുല്യമായ സസ്യങ്ങളോ ഉണ്ടാകില്ലായിരുന്നു. മൺസൂൺ മഴയും സുഗന്ധവ്യഞ്ജന കൃഷി സാധ്യമാക്കിയ ഫലഭൂയിഷ്ടമായ ഭൂമിയും ഇല്ലെങ്കിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും കേരളത്തിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരം ഇതുപോലെ വികസിക്കില്ലായിരുന്നു. ഗംഗയും ബ്രഹ്മപുത്രയും പോലുള്ള മഹാനദികളില്ലാത്ത ഇന്ത്യയെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഹിമാലയത്തിൽ നിന്ന് ഒഴുകുന്ന ഈ നദികൾ ഇന്ത്യയുടെ കൃഷിക്കും മനുഷ്യ നാഗരികതയ്ക്കും അത്യന്താപേക്ഷിതമാണ്. അവർ എണ്ണമറ്റ തലമുറകളെ, കർഷകരെ പിന്തുണച്ചു. സുസ്ഥിര നഗരങ്ങൾ കൂടാതെ മതപരവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങൾ പോലും പ്രചോദിപ്പിച്ചു. ഹിമാലയൻ മഞ്ഞുരുകുന്ന നദികൾ ഇല്ലായിരുന്നെങ്കിൽ ഉത്തരേന്ത്യ വളരെ വ്യത്യസ്തമായിരിക്കും. ഇന്ത്യയുടെ പ്രാചീന നാഗരികതകളുടെ കളിത്തൊട്ടിലായിരുന്ന ഇൻഡോ ഗംഗാതീര മേഖലയിലെ ഫലഭൂയിഷ്ടമായ സമതലങ്ങൾ നിലവിലില്ലായിരിക്കാം. ലോകത്തിലെ ആദ്യകാല നാഗരിക സംസ്കാരങ്ങളിലൊന്നായ സിന്ധു നദീതട സംസ്കാരം അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ അത് മറ്റെവിടെയെങ്കിലും വികസിക്കേണ്ടതായിരുന്നു. ഇത് ഇന്ത്യയിലെ മനുഷ്യ ചരിത്രത്തിന്റെ ഗതിയെപ്പോലും പൂർണ്ണമായി മാറ്റിമറിക്കുമായിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയുള്ള വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഹിമാലയത്തിന്റെ അഭാവം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ പ്രകൃതിദത്തമായ ഒരു തടസ്സത്തിന്റെ അഭാവം ഉണ്ടാക്കുമായിരുന്നു. ചരിത്രപരമായി ഈ പർവ്വതനിര ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യ ഒരു ഒറ്റപ്പെട്ട ദ്വീപായി തുടരുകയും ഒരിക്കൽ ഏഷ്യൻ ഭൂഖണ്ഡവുമായി കൂട്ടിയിടിക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. ഉയർന്നു നിൽക്കുന്ന ഹിമാലയം, വിശാലമായ നദീതടങ്ങൾ, മൺസൂൺ,
സമ്പന്നമായ ജൈവ വൈവിധ്യം എന്നിവയുള്ള ഇന്ത്യ ഇന്ന് ഇങ്ങനെ ആയിരുന്നിരിക്കില്ല. നമ്മുടെ സംസ്കാരം, നമ്മുടെ ചരിത്രം, നമ്മുടെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ രാഷ്ട്രീയ ഭൂപ്രകൃതി പോലും തികച്ചും വ്യത്യസ്തമായ രീതികളിൽ വികസിക്കുമായിരുന്നു. ഇന്ന് നമ്മൾ എത്രമാത്രം നിസ്സാരമായി കാണുന്നുവെന്നത് ചിന്തിക്കുന്നത് അതിശയകരമാണ്. നാം ആശ്രയിക്കുന്ന നദികൾ, വളരുന്ന വിളകൾ, നാം ദിവസവും കാണുന്ന മൃഗങ്ങളും സസ്യങ്ങളും എല്ലാം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പുരാതന കൂട്ടിയിടിയിൽ നിന്നാണ് അവയുടെ ഉത്ഭവം കണ്ടെത്തുന്നത്. നിങ്ങൾ ഈ യാത്രയെ ആസ്വദിച്ചെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവിശ്വസനീയമായ ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ ആകർഷകമായ വീഡിയോകൾക്കായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.